മ്യൂസിക്കും സൗണ്ട് എഫക്ട്സും ആണ് എഡിറ്റിനെ ലിഫ്റ്റ് ചെയ്യുന്നത് എപ്പോഴും. ആൾക്കാർ പറയുന്ന ലെയറിങ് അല്ലെങ്കിൽ രണ്ടാമത്തെ തവണ കാണണം, മൂന്നാമത്തെ തവണ കാണണം എന്ന് പറയുന്ന ആ പരിപാടിയായിരുന്നു വായിക്കുമ്പോൾ എനിക്കുണ്ടായിട്ടുള്ളത് ശരിക്കും പറഞ്ഞാൽ. ഇല്ലാത്ത ഒരാളെ ചുറ്റിപ്പറ്റിയിട്ടാണ് കഥ മൊത്തം നീങ്ങുന്നത്. അതൊരു ഭയങ്കര രസമുള്ള പരിപാടിയായിട്ട് എനിക്ക് അന്ന് തോന്നിയത്. കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ്സ് ബെസ്റ്റ് എഡിറ്റർ കഴിഞ്ഞ വർഷത്തെ കിഷ്കിന്ധാകാന്ഡത്തിന് കിട്ടിയ സൂരജ് എസ് ആണ് നമ്മുടെ ഇവിടെ ഉള്ളത്. സൂരജ്, വെൽക്കം. നമസ്കാരം. ഒപ്പം കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു, താങ്ക് യു. നമുക്ക് ഇപ്പോ ഉള്ള ഏറ്റവും വലിയ സന്തോഷം, എക്കോ വൻ ഹിറ്റ് ആയിക്കൊണ്ടിരിക്കണം. എല്ലാവരും സോഷ്യൽ മീഡിയ നിറച്ചും സംസാരിക്കുന്നത് എക്കോനെ കുറിച്ചാണ്. ഇപ്പോഴത്തെ മാനസികാവസ്ഥ എന്താണ്? സന്തോഷം തന്നെയാണ് ബേസിക്കലി. ഇങ്ങനെ ഒരു പ്രത്യേകതയുള്ള ഒരു കഥയായതുകൊണ്ട് തന്നെ റിലീസ് വരെ നമുക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ഇതുപോലത്തെ കണ്ടന്റ് പ്രേക്ഷകർ എങ്ങനെ കാണും, സ്ഥിരം കാണുന്ന പോലത്തെ എന്താ പറയാ, വിഷ്വലി നമ്മളെ ഫീഡ് ചെയ്യുന്ന ഒരു സിനിമയല്ലല്ലോ ശരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ആൾക്കാർ എങ്ങനെ കാണും എന്നറിയാൻ ഭയങ്കര ക്യൂരിയസ് ആയിരുന്നു. ഫസ്റ്റ് ഷോ കഴിയുന്നത് വരെ നമുക്ക് ടെൻഷൻ തന്നെയായിരുന്നു ശരിക്കും. പക്ഷെ അത് കഴിഞ്ഞ് പിന്നെ ഓരോ ഷോ കഴിയുമ്പോഴും ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുകയാണ്. നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് പരിപാടി. സന്തോഷം തന്നെയാണ് എന്തായാലും. സത്യം, എനിക്കത് പറയുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. കാരണം ഒരു പക്ഷേ ഇപ്പൊ കണ്ടിട്ടുള്ള പല ആളുകൾക്ക് ഒരു സെക്കൻഡ് വാച്ച് കൂടി വേണ്ടി വരും ചിലപ്പോൾ കുറെ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട്. ഈ ഫുട്ടേജ് കയ്യിൽ കിട്ടുമ്പോൾ വർക്ക് തുടങ്ങുന്ന സമയത്ത് എന്തായിരുന്നു സൂരജിന്റെ ഒരു മാനസികാവസ്ഥ? ഐ മീൻ, കണ്ടിട്ടുണ്ടാവും, ഫുട്ടേജ് കണ്ടിട്ടുണ്ടാവും ആ സമയത്ത്. നമുക്ക് ഉണ്ടായിരുന്ന വെച്ചാൽ കഥ അറിയാം നല്ലോണം. അപ്പൊ ഇത് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്തു എന്നുള്ള എക്സൈറ്റ്മെന്റ് ആണ് നമുക്ക് ഫസ്റ്റ്. പിന്നെ ഇതിലത്തെ ഒരു അപ്രോച്ച് എന്ന് പറയുന്നത് കിഷ്കിന്ധാകാന്ഡം പോലെയല്ല ശരിക്കും പറഞ്ഞാല്. അതായത് കിഷ്കിന്ധാകാന്ഡത്തിന്റെ അത്ര പോലും കട്ട് ഷോട്ടുകളൊന്നുമില്ല. എടുത്തിട്ടുണ്ട് പക്ഷെ യൂസ് ചെയ്തിട്ടില്ല. ആക്ച്വലി ഇവര് ഷൂട്ട് കഴിയണതിന്റെ പാരലലി നമ്മൾ ഇങ്ങനെ ഒരു വേർഷൻ എഡിറ്റ് ചെയ്ത് ഉണ്ടാക്കിയിരുന്നു. അപ്പൊ അതെല്ലാം മാക്സിമം നമുക്ക് യൂസ് ചെയ്യാവുന്ന ആംഗിൾസ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു വേർഷനാണ് ഉണ്ടാക്കിയിരുന്നത്. അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവരുടെ ഒപ്പം ഇരിക്കുമ്പോഴാണ് ഇവർ പറയുന്നത് നമ്മൾ കുറച്ചും കൂടി മാസ്റ്റർ ഷോട്ടുകളിൽ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ മാക്സിമം അത് തന്നെ വെക്കാം, പെർഫോമൻസ് വൈസ് അതായിരിക്കും എപ്പോഴും ബെറ്റർ. ബാഹുല ഏതോ ഒരു ഇന്റർവ്യൂവിൽ പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു. അതായത് ഫസ്റ്റ് ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത് അത്രയും ശ്രദ്ധയോടുകൂടി എഴുതുന്ന, അതിനുശേഷം എഴുതുമ്പോൾ ചിലപ്പോൾ ചില എപ്പോഴും നമ്മൾ റൈറ്റിങ്ങിനെ കുറിച്ച് പറയേണ്ടത് അങ്ങനെയാണല്ലോ. അതായത് റീറൈറ്റ് ആൻഡ് റീറൈറ്റ് എന്നുള്ളത് പറയുമ്പോഴും ഇങ്ങനെ ഒരു വേർഷൻ ആദ്യമായിട്ട് കേൾക്കണം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതേപോലെ തന്നെ ഈ മാസ്റ്റർ ഷോട്ടിന്റെ കാര്യം പറയുമ്പോൾ നമുക്ക് ആ ഒരു സംഭവം കിട്ടുന്നു, അതിനുശേഷം നമുക്ക് എടുക്കുമ്പോൾ ചിലപ്പോൾ ആ ഒരു അങ്ങനെ ഒരു ഫീല് വന്നത് പറയുന്ന സമയത്ത്. ഇത് സിങ് സൗണ്ട് ആയിട്ടുണ്ടോ അവൻ? അല്ല, സിംഗ് സൗണ്ട് അല്ല, അല്ല. ഡബ്ബായിരുന്നു. അതെ അതെ അതെ. ഓഫ്കോഴ്സ് നിങ്ങൾക്ക് ഫുൾ സ്ക്രിപ്റ്റിന്റെ ഡ്രാഫ്റ്റ് ഉണ്ട്. എന്നിരുന്നാലും എഡിറ്റ് സമയത്ത് എന്തെങ്കിലും റീഅറേഞ്ച്മെന്റ്സിന്റെ സംഭവങ്ങളുടെ കുറച്ച് കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. ഓൾമോസ്റ്റ് ഒരു 90 അല്ല 99% എഴുതിയ അതേപോലെ തന്നെയാ. വലിയ മാറ്റങ്ങളില്ല. ഇപ്പൊ കിഷ്കിന്ധാകാന്ഡത്തിന്റെ പോലെയുള്ള ഭയങ്കര റീസ്ട്രക്ചറിങ് ഇല്ല. പക്ഷെ ഉള്ളിലുള്ള എന്താ ഈ ഇതില് റിവീലേഷൻസ് വരാതിരിക്കാൻ പാകത്തിന് ഉള്ളതിനെ ഇങ്ങനെ റീസ്ട്രക്ചറിങ് കുറെ നടന്നിട്ടുണ്ട്. ടോട്ടൽ സ്ട്രക്ചർ നോക്കുമ്പോൾ ഓൾമോസ്റ്റ് എഴുതിയ അതുപോലെ തന്നെയായിരുന്നു സിനിമ ഇരിക്കുന്നത്. ഇതിലെ ഡയലോഗ്സും വിഷ്വലിന്റെ അത്ര തന്നെ, വിഷ്വലി അമേസിംഗ് ആണ്. വിഷ്വലി ഒരുപാട് സ്റ്റോറി പറയുന്നുണ്ട്. പക്ഷെ ഡയലോഗ് മിസ് ചെയ്താൽ പോലും കമ്മ്യൂണിക്കേഷൻ മിസ്സാവും. ഇനി മൊത്തത്തിൽ മനസ്സിലായി തിരിച്ചു പോകുന്ന വീട്ടിൽ വന്നാലും ഇത് കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവില്ല. വി ഹാവ് ടു റീകോൾ സം ഓഫ് ദോസ് തിങ്സ്. എന്നാലേ അതിന്റെ ഒരു എന്നാലും കംപ്ലീറ്റ് ആവുന്ന സംശയമുണ്ട്. അത്രയും ഈ പറഞ്ഞ പോലെ ലെയേഴ്സും കണക്ട്സും ഉണ്ട്. അതുകൊണ്ടാണ് എഡിറ്റിംഗിൽ കൺഫ്യൂഷൻ ഉണ്ടായോ എന്ന് ചോദിച്ചത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കഴിഞ്ഞ് നമ്മൾ സ്വയം കാണുന്ന സമയത്ത് ഈ ഓഡിയോ നമുക്ക് ഫുള്ളായിട്ട് കേൾക്കുന്നില്ലല്ലോ. അപ്പൊ എഴുതിയതൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ ചോദിച്ചത്. എഡിറ്റ് സമയത്ത് ഉണ്ടായിരുന്ന ഒരു ബുദ്ധിമുട്ട്, ഈ ഭാഷ മലയാളം പ്രോപ്പറായിട്ട് അറിയാത്ത ആർട്ടിസ്റ്റുകളെ കൊണ്ട് മലയാളം പറയിക്കുന്നതിന്റെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അത് ഞാനൊക്കെ അനുഭവിച്ചതിനേക്കാൾ ഒരു 10 ഇരട്ടിയാണ് അതിന്റെ ഡയറക്ഷൻ ടീം അനുഭവിച്ചിട്ടുള്ളത് ശരിക്കും പറഞ്ഞാൽ. അപ്പൊ അത് നമുക്ക് ജഡ്ജ് ചെയ്യാനും ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു ആ സമയത്ത്. എന്നാൽ പോലും എനിക്ക് തോന്നുന്നു മറ്റുള്ള സിനിമകളെക്കാൾ ഷാർപ്പായിരുന്നു ഫസ്റ്റ് കട്ട്. എനിക്ക് തോന്നുന്നു ഒരു 2.5 മണിക്കൂറിന്റെ അടുത്ത് ഫസ്റ്റ് കട്ട് ഉണ്ട്. ഡബിനൊക്കെ പോകുമ്പോൾ പോലും അത്രേ ഉണ്ടായിരുന്നുള്ളൂ ഫിലിം.
ആഹ് എനിക്ക് പക്ഷെ എൻ്റെ ജഡ്ജ്മെന്റിൽ ഭയങ്കര ആഹ് വ്യത്യാസം വന്ന പടമാണ്. അതായത് ആഹ് ഞാൻ വായിക്കുമ്പോൾ എനിക്ക് ഒരു 2.75 മണിക്കൂർ 3 മണിക്കൂറിന്റെ അടുത്ത് സമയം ഫീൽ ചെയ്തിരുന്നു. അപ്പോൾ ഞാനത് കുറേ തവണ ബാഹുലും ദിഞ്ചിത്തൊക്കെ ആയിട്ട് ഡിസ്കസ് ചെയ്തു. ഇങ്ങനെ അങ്ങനെ ട്രിം ചെയ്ത് ലാസ്റ്റ് ട്രിം കഴിഞ്ഞിട്ടും എനിക്ക് എന്തായാലും ഒരു 2.5 കൂടുതൽ ഉണ്ടെന്നാണ് എൻ്റെ ഒരു കണക്കൂട്ടൽ. അതുപോലെ എന്തായാലും ഡ്യൂറേഷൻ ഉണ്ട്, നമുക്ക് നോക്കാം. ഇത് വർക്കിംഗ് ആണെങ്കിൽ ഇപ്പൊ ഡ്യൂറേഷൻ പ്രശ്നമല്ല, നമുക്ക് 2.75 മണിക്കൂറോ 3 മണിക്കൂറോ ആയിക്കോട്ടെ. എൻഗേജ് ചെയ്യിപ്പിച്ച് പോകുന്നുണ്ടെങ്കിൽ സമയം ഒരു പ്രശ്നമല്ല, കാണുന്നവരും അത് അതിൽ ഓക്കെ ആയിരിക്കും. അപ്പൊ അത് ബാക്കി നമുക്ക് ഷൂട്ട് കഴിഞ്ഞ് പ്ലാൻ ചെയ്യാന്ന് പറഞ്ഞു. പക്ഷെ ഷൂട്ട് കഴിഞ്ഞ് എഡിറ്റ് ചെയ്തപ്പോൾ ഫസ്റ്റ് കട്ട് തന്നെ 2.5 ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ എനിക്ക് മനസ്സിലായത് ഈ എഴുത്തിന്റെ ഒരു പ്രത്യേകത ഉണ്ടല്ലോ ഇതിലിപ്പോ. ആൾക്കാർ പറയുന്ന ലെയറിങ്, അല്ലെങ്കിൽ രണ്ടാമത്തെ തവണ കാണണം മൂന്നാമത്തെ തവണ കാണണം എന്ന് പറയുന്ന ആഹ് ആ പരിപാടിയായിരുന്നു വായിക്കുമ്പോൾ എനിക്ക് ഉണ്ടായിട്ടുള്ളത് ശരിക്കും പറഞ്ഞാൽ. അതായത് ഞാൻ ഒരു സീൻ ചിലപ്പോൾ വായിച്ച് വീണ്ടും എനിക്കത് ദഹിക്കാൻ പാകത്തിന് ഞാൻ രണ്ടാമത് വായിച്ചിട്ടുണ്ടാവും. ഞാനെപ്പോഴും വായനയുടെ സമയമാണ് കണക്കാക്കാറ്. ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ ഒന്നുകൂടി വായിച്ചു നോക്കുന്നുണ്ടാവും, ഒരു സീൻ തന്നെ ഒന്നുകൂടി വായിക്കുന്നുണ്ടാവും. മൊത്തത്തിൽ എനിക്ക് മനസ്സിലാവുന്ന രീതിയിൽ വായിക്കുമ്പോൾ എത്ര സമയം എടുക്കുന്നു അത്രയും സമയം ഏറെക്കുറെ അങ്ങനെയാണ് ഞാൻ കാൽക്കുലേറ്റ് ചെയ്യാറ്. ഇതിന്റെ ലെയറിങ് ഭയങ്കര രസമായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ പസിലൊക്കെ പോലെ ഇപ്പൊ ഇന്ന് കണ്ട ഓരോരുത്തർ വിളിക്കുമ്പോഴും അവര് ഓരോരുത്തർക്കും കിട്ടിയേക്കുന്ന വേർഷൻ ഡിഫറെന്റ് ആണ്. നരേന്റെ ക്യാരക്ടർ ആയിട്ടുള്ള കോൺവെർസേഷൻ, ഐ മീൻ ഇവരുമായിട്ടുള്ള ഒരു കോൺവെർസേഷൻ നടക്കുന്നതിന്റെ ഇടയ്ക്ക് ആ ഡോഗ് സീനും മറ്റേ ആള് പാസ് ചെയ്യണതും, ഞാൻ അങ്ങനെ പറയുന്ന കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഉം കാണുന്ന ഉം. ആളുകൾക്കും ആ കട്ട്സ് ഒക്കെ ഭയങ്കര രസമുണ്ട്. ആൻഡ് കമ്മിങ് ബാക്ക് ടു ദാറ്റ്, ആ ഒരു സീൻ ഇത് ചെയ്യുന്നത്. അപ്പൊ ഇതൊക്കെ ഇൻ ദ പ്രോസസ് അപ്ഡേറ്റ് വന്നതാണോ അതോ? ഇതെല്ലാം ഇൻഡിവിജ്വൽ സീൻസ് ആയിരുന്നു. ഇൻഡിവിജ്വൽ സീൻസ് ആയിരുന്നു. അപ്പൊ ഈ ഡയലോഗ് സീൻസിന്റെ വലിപ്പം കൂടുന്നതിനനുസരിച്ചിട്ട് നമുക്ക് ഏതെങ്കിലും ബ്രേക്ക് ചെയ്യാവുന്ന ഒരു പോയിന്റിൽ, ടോപ്പിക് മാറുന്ന പോയിന്റോ അതല്ലെങ്കിൽ നമുക്ക് ബ്രേക്ക് ചെയ്യാമെന്ന് തോന്നുന്ന സ്ഥലങ്ങളിൽ മ്യൂസിക്കിനെയും കൂടി മുന്നിൽ കണ്ട് നമ്മൾ അങ്ങനെ അങ്ങനെ പ്ലേസ് ചെയ്തതാണ് ശരിക്കും. എനിക്ക് തോന്നുന്നു കിഷ്കിന്ധാകാന്ഡത്തിന് കിട്ടിയ അത്രയും സമയം നമുക്ക് പോസ്റ്റിന് ഇതിൽ കിട്ടിയിട്ടില്ല. അതായത് സാധാരണ കിഷ്കിന്ധാകാന്ഡം നമ്മൾ എഡിറ്റ് കഴിഞ്ഞ് മുജീബിന്റെ സ്കോർ കഴിഞ്ഞിട്ട് സ്കോർ എല്ലാം വെച്ചിട്ട് നമ്മൾ ഒന്നും കൂടി എഡിറ്റ് ഒന്ന് ഫൈൻ ട്യൂൺ ചെയ്തായിരുന്നു. ഇത് പക്ഷെ അത്ര സമയം ഉണ്ടാവില്ല എന്ന് നമുക്ക് അറിയായിരുന്നു, കാരണം ഓൾറെഡി ഒരു 1 മന്ത് റിലീസ് ഗ്യാപ്പ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മളൊരു എന്തായാലും നോക്കാം എന്നുള്ളൊരു ഉദ്ദേശത്തിൽ അങ്ങനെ ചെയ്യാണ്. അത് കഴിഞ്ഞ് ഞാനൊരു സ്കോർ തീരുന്നതിന്റെ ഒരു ഫസ്റ്റ് ഹാഫ് ആയപ്പോഴാണ് എന്നെ ബാഹുൽ വിളിച്ചിട്ട് സ്കോർ കാണാൻ പറഞ്ഞു. സ്കോർ വെച്ചിട്ട് മുജീബിന്റെ സ്റ്റുഡിയോയിൽ പോയിട്ട് കാണാൻ പറഞ്ഞു. അപ്പോൾ പക്ഷെ നമ്മൾ ഭയങ്കര ഹാപ്പിയാണ് പരിപാടി. അതായത് സ്കെയില് നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ എപ്പോഴും അങ്ങനെയാണല്ലോ, മ്യൂസിക്കും സൗണ്ട് എഫക്ട്സും ആണ് എഡിറ്റിനെ ലിഫ്റ്റ് ചെയ്യുന്നത് എപ്പോഴും. ഇപ്പൊ നേരത്തെ പറഞ്ഞു ഇത്രയും ഡ്യൂറേഷൻ ആദ്യത്തെ വായനയിൽ ഉണ്ടായിരുന്നു, ചെയ്തു വരുമ്പോ ഇങ്ങനെ ഇതിന്റെ പേസ് എങ്ങനെ, റിഥം പേസിങ് എങ്ങനെയാ നമ്മള് ഡിസൈഡ് ചെയ്തത്, എങ്ങനെ പോകണം എന്നുള്ള രീതിയിലായിരുന്നു? അതായത് ഓരോ സീക്വൻസിന് നമ്മുടെ മനസ്സിൽ ഒരു ഒരു ഇന്ന പോലത്തെ മ്യൂസിക് എന്ന ഒരു ധാരണ ഉണ്ടായിരുന്നു. ഇപ്പോൾ ബാഹുലിനും ബാഹുല് കൃത്യമായിട്ട് പറയാം ഇന്ന മൂഡുള്ള ഇന്ന ടൈപ്പ് മ്യൂസിക് നമ്മൾ ഈ സ്ഥലത്ത് യൂസ് ചെയ്യാം എന്നുള്ള ഒരു തോന്നലുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ പേസിലാണ്. പക്ഷെ ചെയ്ത മ്യൂസിക്കിനനുസരിച്ചിട്ട് നമ്മൾ എഡിറ്റ് ഒന്ന് കറക്റ്റ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഒരു ഒരു ഭയങ്കര പാക്ഡ് ഫീൽ ഉണ്ടാവും. ഫോർച്ചുനേറ്റ്ലി ഇത് നമ്മൾ അത് അതുപോലെ തന്നെ വന്നു ശരിക്കും. ചിലപ്പോൾ എന്താ പറയാ, നമ്മളിങ്ങനെ ഒരു ഒരു ടെമ്പോ കീപ്പ് ചെയ്ത് പോയതുകൊണ്ടായിരിക്കാം സമയം കിട്ടാതെ പോലെ നമുക്ക് ഒരു ഭയങ്കര സാറ്റിസ്ഫൈഡ് മൂഡാണ് ശരിക്കും. എനിക്ക് കറക്റ്റ് എഡിറ്റിംഗിന്റെ ഒരു സംഭവത്തിലേക്ക് എത്താൻ പറ്റില്ല ഡെഫിനറ്റ്ലി. പക്ഷെ ഒരു ലേമാൻ പെർസ്പെക്റ്റീവില് ആലോചിക്കായിരുന്നു. അതായത് ഈ നായകളുടെയൊക്കെ ഒരു അസംബ്ലിയും അതിന്റെ ഒരു അലൈൻമെന്റും സംഭവമൊക്കെ, ഇതൊക്കെ ചിലപ്പോൾ അവിടെയും ഈ പറഞ്ഞ പോലെ രണ്ടോ മൂന്നോ നാലോ ടേക്സ് തമ്മിലുള്ള ഒരു സംഭവം ഉണ്ടാവും. അതിൽ ചിലത് ആളുകളുടെ പെർഫോമൻസ് ആയിരിക്കും, അതേസമയം മറ്റതിന്റെ ഡോഗ്സിന്റെ സംഭവം അത്ര ഇമ്പോർട്ടന്റ് ആണ്. അത്തരം സാധനങ്ങളിൽ തീരുമാനം എടുക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടായോ? ബാഹുലും ദിഞ്ചിത്തിനുള്ള ഒരു ശൈലി എന്ന് പറഞ്ഞാല് ഓക്കെ ടേക്ക് എന്ന് പറഞ്ഞിട്ടൊന്നും ഇല്ല അവർക്ക് ശരിക്കും പറഞ്ഞാൽ. അതായത് റിപ്പോർട്ട് വൈസ് ഓക്കെ ടേക്ക് എന്ന് പറഞ്ഞിട്ട് വെറുതെ ഒരെണ്ണം എഴുതി വെച്ചിട്ടുണ്ടാവും. പക്ഷെ അത് കഴിഞ്ഞിട്ട് ത്രൂ ഔട്ട് ടേക്കുകൾ പോയി കണ്ട് റിപ്പീറ്റ് ആയി കണ്ട് ഇതില് ഭയങ്കര ഡിഫറെന്റ് ആയിട്ട് തോന്നുന്ന ഒരു പരിപാടിയാണ് അവരെപ്പോഴും ചൂസ് ചെയ്യുക. അതായത് മറ്റേത് നമ്മളിപ്പോ ഒരു ഓക്കെ എന്ന് നമുക്ക് ഒറ്റയടിക്ക് തോന്നുന്ന സാധനം ഇത് ഓക്കെ ആയിരിക്കും ഉറപ്പാണ്. പക്ഷെ നമുക്ക് ഇതല്ലാതെ ഒരു ഒരു ചിലപ്പോൾ ക്യാമറയുടെ ഒരു ചെറിയ മൂവ്മെന്റ് ഡിഫറൻസ് ആയിരിക്കാം ആഹ് സ്ഥിരം അല്ലാത്തത്, അതല്ലെങ്കിൽ നമ്മൾ കണ്ടു പഴകിയതല്ലാത്ത എന്തെങ്കിലും പുതിയതുണ്ടെങ്കിൽ അത് ഉൾക്കൊള്ളിക്കാനുള്ള ഒരു ശ്രമമുണ്ട്.
അത് ടേക്കിങ്സിൽ മാത്രമല്ല, എല്ലാ മേഖലയിലും ഇപ്പൊ സൗണ്ടിങ് ആയാലും എല്ലാത്തിലും അങ്ങനെ ഒരു ട്രൈ അവർ നടത്തുന്നുണ്ട്. ഏഹ് അത് അപ്പൊ അതുകൊണ്ട് തന്നെ എഡിറ്റിന്റെ ഫസ്റ്റ് കട്ട് എന്ന് പറയുന്ന പ്രോസസ്സ് കുറച്ചധികം സമയം എടുക്കാറുണ്ട്. ടോട്ടൽ ഫുട്ടേജ് ഒക്കെ കണ്ട് അതിൽ നിന്ന് ഇങ്ങനത്തെ പോർഷൻസ് ഒക്കെ മാർക്ക് ചെയ്ത് അങ്ങനെയാണ് ചെയ്യാറുള്ളത്. ഇപ്പൊ ഈവൻ നായയുടെ പരിപാടി പോലും ഇന്ന സ്ഥലത്ത് ഇന്നതാണ് വേണ്ടതെന്ന് അറിയാം, പക്ഷെ അതിന് കുറേ ഓപ്ഷൻസ് ഉണ്ടാവും. നായകളുടെ ഒക്കെ ആകുമ്പോൾ കണ്ടിന്യൂസ് ഷൂട്ട് ചെയ്തിട്ടാണല്ലോ വരിക. അപ്പൊ അതിൽ നിന്ന് ഇങ്ങനെ കണ്ട് 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 ഫസ്റ്റ് കട്ട് കഴിയുമ്പോൾ തന്നെ ഏറെക്കുറെ നമുക്കൊരു ധാരണയാവും ഇത് ഇങ്ങനെയാണെന്നുള്ളത്. ഒരു നായുടെ ഷോട്ട് ഓക്കെ, അത് നമുക്ക് പിന്നെയും മാനേജ് ചെയ്യാം. പക്ഷെ മൾട്ടിപ്പിൾ സംഭവങ്ങളാണ് അതിലൊരെണ്ണത്തിന്റെ ലുക്ക് പോയാൽ പോയി. അത്തരം അല്ല, ഞാനിത് ഒരു കുറച്ച് വൈഡായിട്ട് ചിന്തിച്ചാൽ ചിലപ്പോ ഇങ്ങനെയൊന്നും ആയിരിക്കില്ല ചിന്ത. ചില ഷോട്ടുകളൊക്കെ നമുക്ക് ഇപ്പോൾ ഇന്ന ഇന്ന സീക്വൻസിലേക്ക് 60-മത്തെയോ 70-മത്തെയോ സീനിലേക്കുള്ള ഒരു ഷോട്ടൊക്കെ ചിലപ്പോൾ പോണ വഴി കൂടെ ചിലപ്പോൾ ഒന്നാമത്തെ ദിവസം രണ്ടാമത്തെ ദിവസം ഒക്കെ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. നായയുടെ പരിപാടി പോലും എനിക്ക് തോന്നുന്നു ഇത്രയും സംഗതികൾ വേണം, നമുക്ക് ഇത്ര സ്ഥലത്ത് ഇത്രയും സംഗതികൾ വേണം, അതിനു വേണ്ടി ഷൂട്ട് ചെയ്യാന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. അത് കൃത്യമായി ഇപ്പോൾ അവർ വന്ന് ഷൂട്ട് കഴിഞ്ഞ് വന്നിട്ട് ഓക്കെ എഡിറ്റ് കണ്ടു കഴിഞ്ഞിട്ട് പറഞ്ഞ സാധനം പരിപാടികളിലെല്ലാം നമുക്ക് പ്ലേസിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പറഞ്ഞ നായയുടെ ഫുട്ടേജ് ഒക്കെ കണ്ട് നമ്മൾ ആ സമയത്ത് ഉദ്ദേശിക്കുന്ന അതേ എന്താണ് എക്സ്പ്രഷൻ എന്നുള്ളത് കറക്റ്റ് നോക്കി പിടിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇരുന്ന് സെലക്ട് ചെയ്തിട്ടുള്ള പരിപാടിയാണ്. ഇത് പറയുമ്പോൾ തന്നെ എഫേർട്ട്ലെസ് ആണെന്ന് തോന്നുകയും വേണം. ഇൻവിസിബിൾ എഡിറ്റിംഗ് ഇൻവിസിബിൾ ഉം. ആണെന്ന് ഉള്ളൊരു സംഭവം ഉണ്ടല്ലോ. ഓഫ് കോഴ്സ് അത് ത്രൂ ഔട്ട് ഉണ്ട്. നമുക്കതങ്ങനെ ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ സീൻ ഞാനത് അങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ട് പറഞ്ഞതാണ്. ഉം, അതൊരു ജമ്പായിട്ടോ ഇതൊന്നുമല്ല. പക്ഷെ നമുക്ക് ഉം. അതിന്റെ ഒരു രസവും ഉണ്ട് എന്നുള്ളത് കൊണ്ട് പറയാം. പക്ഷെ ഇത് പറയുമ്പോൾ ഇത്രയും സംഭവങ്ങളുടെ ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് അത് ഇൻവിസിബിൾ ആയിട്ട് ഫീൽ ചെയ്യാന്ന് പറയുന്നത് ഇറ്റ്സ് അമേസിങ് ആക്ച്വലി. അങ്ങനെ നമുക്ക് ഭയങ്കര എന്താ പറയാ കിട്ടാൻ ബുദ്ധിമുട്ടുള്ള ഷോട്ടുകൾ എന്നൊക്കെ പറയുന്ന ചില ഇൻസിഡൻസ് ഉണ്ട്. ഇപ്പോൾ കിഷ്കിന്ധാഖണ്ഡത്തില് ഏറ്റവും അവസാനമാണ് ആക്ച്വലി കുരങ്ങുകളുടെ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അതില് ഏഹ്, രണ്ട് ഷോട്ട്, അതായത് ഏഹ്, ആ ജഗദീഷ് ഏട്ടൻ കൈക്കോട്ടുമായിട്ട് ഫോറസ്റ്റിലേക്ക് പോകുമ്പോൾ ഒരു പാരലലി ഇങ്ങനെ ഒരു കമ്പൈൻ ഷോട്ട് അല്ല, ഒരു കുരങ്ങ് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ട് പോകുന്ന ഒരു ഷോട്ട് ഉണ്ട്. അപ്പൊ കറക്റ്റ് ഫോളോ ചെയ്യുന്ന പോലെ ഒരു ഷോട്ട്. അത് ഇനി ഈ പ്രോസസ്സ് കഴിഞ്ഞിട്ട് പുള്ളി അവിടെ കുഴിച്ചിട്ട് കഴിഞ്ഞിട്ട് അതിന്റെ ഇടയിൽ ഇതുപോലെ ഒരു ഗർഭിണിയായിട്ടുള്ള ഒരു കുരങ്ങ് നോക്കിയിരിക്കുന്ന, അതായത് ഏഹ്, അമ്മയെ പോലുള്ള ഒരു കുരങ്ങ്. അത് ഭയങ്കര നമുക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഒരു മൂമെന്റ് ആയിരുന്നു. മീൻസ് പിന്നെ കിട്ടിയതാണെങ്കിൽ പോലും നമുക്കത് ഭയങ്കര അതുപോലെ തന്നെ ഇതിലും അങ്ങനത്തെ കുറെ ഷോട്ടുകൾ ഉണ്ട്. അത് എത്ര ആൾ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് അറിയില്ല. ഏഹ്, മറ്റേ മദ്യം കൊടുക്കുമ്പോൾ അവൻ മദ്യം നിലത്തൊഴിച്ച് കളയുന്ന ഒരു ഷോട്ട് ഉണ്ട്. അപ്പൊ അതിനൊരു ലുക്ക് ലുക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ അതുപോലെ കുറെ സംഗതികളുണ്ട്. ബൈ ചാൻസ് കിട്ടുന്നതാണ്, എന്നാൽ പോലും അതൊക്കെ ഭയങ്കര പ്ലസ് ആണ്. തിയേറ്ററിൽ നമുക്ക് ഭയങ്കര ഇമോഷൻ ഉണ്ടാക്കുന്നുണ്ട്. വോയിസ് ഒരാളുടെ ഡയലോഗ് പറയുന്നു, അതിന് വിഷ്വൽ ഓവർലാപ്പ് അല്ലെങ്കിൽ വേറെ ആളുടെ ഫേസ് ഓവർലാപ്പ് ചെയ്യണു, റിയാക്ഷൻ ഓവർലാപ്പ് ചെയ്യണു. ഇത്തരം സാധനങ്ങൾ ഇതിലെങ്ങനെ അപ്ലൈ ചെയ്തിട്ടുള്ളത്? കഥ പറയുന്ന ആളുടെ വേർഷൻ എന്ന് തോന്നുന്ന പോലെയോ അതല്ലെങ്കിൽ കേൾക്കുന്ന ആളുടെ വേർഷൻ എന്ന് തോന്നുന്ന പോലെ അങ്ങനെ അത്യാവശ്യമുള്ള സ്ഥലങ്ങളിൽ നമ്മൾ അങ്ങനെ കട്ടുപോയിട്ടുള്ളൂ ശരിക്കും പറഞ്ഞാൽ. അതല്ലെങ്കിൽ നമുക്ക് അങ്ങനെ കുറച്ചും കൂടി ഇത് ഇത്രയും ഡയലോഗ് ഓറിയന്റഡ് സിനിമ ആയതുകൊണ്ട് നമുക്ക് കട്ട്സ് പോകാനുള്ള പോസിബിലിറ്റി ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. പക്ഷെ അത് ഭയങ്കര ഫോഴ്സ്ഡ് ആവും എന്ന് നമുക്ക് ചിലപ്പോൾ തോന്നി. ഇപ്പൊ പറയാൻ പറ്റില്ല. എന്നാൽ പോലും ക്ലൈമാക്സിലൊക്കെ റിവീലിംഗ് നടക്കുന്ന പോർഷൻസിലൊക്കെ ശരിക്കും ആദ്യം കണ്ട സീക്വൻസുകളുടെ ഏഹ്, ഏഹ്, എന്താ പറയുക വിഷ്വൽസ് പോയി കഴിഞ്ഞാൽ കാണുന്നവർക്ക് ഭയങ്കര ഈസിയാണ് ശരിക്കും. നമ്മൾ ആദ്യത്തെ എഡിറ്റ് അങ്ങനെയായിരുന്നു ശരിക്കും. പല സീക്വൻസുകളും നമ്മൾ ആദ്യം കണ്ടതിനെ വീണ്ടും വീണ്ടും കാണുമ്പോൾ ഒന്നുകൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവും. പക്ഷെ അതൊരു ഒരു റിപ്പീറ്റ് പരിപാടിയായിട്ട് നമുക്കും തോന്നിയത് കൊണ്ട് ഒഴിവാക്കിയതാണ്. ചിലർക്ക് അതാണ് ഭയങ്കരമായിട്ട് വർക്ക് ആയിക്കണേ. ഏഹ് അങ്ങനെ ഫീഡിങ് ഇല്ലാത്തതാണ് അവർക്ക് ഭയങ്കര ബ്രില്യൻ്റ് ആയി എന്ന് പറയുന്നത്. ചിലർക്ക് ഈ പറഞ്ഞ പോലെ പുറത്തിറങ്ങിയിട്ട് ഒന്ന് ഡിസ്കസ് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. സിനിമ കഴിഞ്ഞിട്ടും അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യേണ്ടത് പറഞ്ഞാൽ അത് എന്തായാലും നല്ല നല്ല കാര്യമായിട്ടാണ് തോന്നുന്നത്. അത് ശരിയാട്ടോ. ഒരുപക്ഷെ അത് റിലേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇത്രയും ക്യാരി ചെയ്യുമായിരുന്നോ എന്ന് സംശയമുണ്ട്. കാരണം അത് അവിടെ തന്നെ തീർന്നു. എനിക്ക് തോന്നുന്നു സിനിമ കണ്ട് അവനവന്റെ ബുദ്ധി വെച്ച് തന്നെ ഇത് കണ്ടുപിടിക്കുമ്പോൾ ഒരു ഒരു സാറ്റിസ്ഫാക്ഷൻ ചിലപ്പോൾ കൂടുതലായിരിക്കും. സാധാരണ കട്ട് ഫോർ ഇമോഷൻ ആണോ കട്ട് ഫോർ ലോജിക് ആണോ അങ്ങനെ ഒരു കോൺസെപ്റ്റ് വെച്ചിട്ട് ഉണ്ടല്ലോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഈ സിനിമയ്ക്ക് അങ്ങനെ എന്തെങ്കിലും ഫോളോ ചെയ്യുന്ന ഒരു പാറ്റേൺ ഉണ്ടായിരുന്നോ?
ഇമോഷൻസ് ഹോൾഡ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ മാക്സിമം ശ്രമിക്കാറ്. ആഹ് അതിപ്പോ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് ഏത് കഥാപാത്രത്തിന് നമ്മൾ സ്കോർ ചെയ്യുന്നത്, ഇപ്പോൾ റിവീലിംഗ് പോർഷൻ വരെ നമ്മൾ ചിലപ്പോൾ കാണിക്കുന്ന വേറൊരു പേഴ്സ്പെക്റ്റീവ് ആയിരിക്കും. അപ്പോൾ അവരുടെ ഇമോഷൻസ് ഹോൾഡ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ ശ്രമിക്കാറ് മാക്സിമം. വിനീത് ഇവരുടെ വീട്ടിൽ വരുന്ന ഒരു സീൻ വളരെ ഇമ്പോർട്ടന്റ് സീൻ അത്. കാരണം അതിൽ നിന്നാണ് പല പല രീതിയിലേക്ക് കണക്ട്സ് പോകുന്നത്. അവിടെ അത് കഴിഞ്ഞിട്ട് ഒരു റെവലേഷൻസ് വരുന്നുണ്ട്, ഒരു ഓഡിയൻസിനെ കൺവിൻസിങ് ആവുന്ന ഒരു സംഭവം വരുന്നുണ്ട് അവിടെ. അതില്ലെങ്കിൽ, ആ കണക്ട് വന്നില്ലെങ്കിൽ പിന്നെയും ക്വസ്റ്റ്യൻസ് വരാം. ഓക്കെ, അങ്ങനെ കുറച്ച് സാധനങ്ങൾ ഉണ്ട്. അവിടെയൊക്കെ ഈ പറഞ്ഞ പോലെ ചിലത് ഈ കഥാപാത്രത്തിന്റെ തോട്ട്സ് ആണ്. അത് ഇവരോട് റിവീൽ ചെയ്യുന്നതല്ല. അതായത് അന്നത്തെ ഇൻസിഡന്റ് ഓർത്തെടുക്കുന്നതാണ്. ചിലത് ഇവരോട് പറയുന്നതുമാണ്. അപ്പൊ അത് ഈ പറഞ്ഞ പോലെ ലീനിയർ നോൺ ലീനിയർ പരിപാടി ആ ഏരിയകളിലൊക്കെ നല്ലോണം ട്രൈ ചെയ്തിട്ടുണ്ട്. ചിലർക്ക് ചിലപ്പോൾ അത് കിട്ടാൻ ഇത്തിരി പാടായിരിക്കും. അതേ അർത്ഥത്തിൽ കിട്ടിയില്ലെങ്കിൽ പോലും മൊത്തത്തിൽ അർത്ഥം മനസ്സിലാവും. ഇത് ഇന്നതാണ് അന്ന് സംഭവിച്ചത് എന്നുള്ളത് മനസ്സിലാവും. ചില സിനിമകളിൽ ഇത് കളർ കൊണ്ടൊക്കെ ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. ഇപ്പോൾ ഇത് ഒറിജിനൽ നടന്നതാണ് അല്ലെങ്കിൽ ഇത് ഫ്ലാഷ് ബാക്ക് ആണെന്നൊക്കെ ഉള്ളത് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. ഇതിൽ പിന്നെ അങ്ങനെയൊന്നും നമ്മൾ ട്രൈ ചെയ്തിട്ടില്ല. ലീനിയർ ആയിട്ട് ഒറ്റ സിനിമയായിട്ട് കണ്ടുപോവുക എന്നുള്ളത് തന്നെയായിരുന്നു ഉദ്ദേശം. ആദ്യത്തെ വായനയിൽ ഇപ്പോൾ ഈ സിനിമ കിട്ടിയത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ആദ്യം സ്ട്രൈക്ക് ചെയ്ത് ടെറൈൻ ആയിരുന്നു. അതിൽ തുടക്കം തന്നെ പറയുന്നൊരു ഡയലോഗ് ഉണ്ട്, മറ്റേ ഇത് മലകളുടെ ഒരു പൽച്ചക്ര എന്ന് പറയുന്നുണ്ട്. ഒന്നിനു മീതെ ഒന്നിങ്ങനെ കറങ്ങി കയറി തിരിഞ്ഞിറങ്ങുന്ന ഒരു പൽച്ചക്രം എന്ന് പറയുന്നത്. അത് അത് പറയുമ്പോൾ തന്നെ നമുക്ക് ആ ടെറൈൻ ഭയങ്കര ഭയങ്കര രസമായിരുന്നു. പിന്നെ കുര്യച്ചൻ എന്നുള്ളതായിരുന്നു. അതായത് കഥയിലില്ലാത്ത ഒരാള് കഥയിൽ എവിടെയും ഇല്ല, എന്നാൽ അത് വെച്ച് ആണ് മൊത്തം കഥ നീങ്ങുന്നത്. ഇല്ലാത്ത ഒരാളെ ചുറ്റിപ്പറ്റിയിട്ടാണ് കഥ മൊത്തം നീങ്ങുന്നത്. അതൊരു ഭയങ്കര രസമുള്ള പരിപാടിയായിട്ട് എനിക്ക് അന്ന് തോന്നിയിരുന്നു. ഒരു മുഖ്യധാര സിനിമയുടെ ഒരു സ്വഭാവം പലയിടത്തും വിഷ്വലി ഒക്കെ ഉണ്ട്. അത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെ ഒരു ഫെസ്റ്റിവൽ ഫിലിമിന്റെ മൂഡിലേക്ക് ആളുകളെ, ഐ മീൻ ഓഡിയൻസിന്റെ ശരിക്കും എലിവേറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ ലിറ്ററേറ്റ് ആക്കുന്ന രീതിയിലുള്ള ഒരു കോൺട്രിബ്യൂഷൻ ആണ് സിനിമ എന്നുള്ള ആണ് എനിക്ക് ഏറ്റവും അട്രാക്ഷൻ തോന്നിയത്. അത് തന്നെയായിരിക്കും പലർക്കും തോന്നിയിട്ടുണ്ടാവുക. ഞാൻ ഈ കുര്യച്ചന്റെ സംഭവം പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ അതാണ്, അതായത് പല ആളുകളുടെ, അതായത് ഇയാളുമായിട്ട് അത് പറയാൻ പറ്റില്ല, ഇതിലുള്ള പല ആളുകളുടെ നറേഷനിൽ കൂടെയാണ് സിനിമ പോകുന്നത്. എങ്കിലും നമുക്കത് കറക്റ്റായിട്ട് കണക്ട് ആവുന്നുണ്ട്. അതിന്റെ ബ്രില്യൻസ് ഭയങ്കര രസമായിട്ടുള്ളത്. അതിന്റെ ആ ഒരു പ്ലേ, ഇത് പലതും ഡയലോഗ് സീക്കോടെയും ഇതും കൂടിയാണെന്നുള്ളതാണ് അതിന്റെ ഒരു അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും. കാരണം ഈ ഡയലോഗ് മിസ്സായി കഴിഞ്ഞാൽ കണക്ട് പോയി. അപ്പോ വിഷ്വലി നമുക്കത് പറയാൻ എനിക്കറിയില്ല വേറെ എന്തെങ്കിലും സ്കോപ്പ് ഉണ്ടോ എന്നുള്ളത്. അപ്പൊ ഇത് എഡിറ്റ് ചെയ്യാന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ആൻ ഈസി ജോബ്. ഈ ഇന്ദുഗോപന്റെ ഒക്കെ ചില കഥകൾ വായിക്കുമ്പോൾ തോന്നാറുള്ള പരിപാടിയാണ്. അതായത് ഈ പറഞ്ഞ പോലെ ഒരു ഇല്ലാത്ത ഒരാള്, എന്നാൽ ആളെ ചുറ്റിപ്പറ്റി ആളെ അന്വേഷിച്ച് വരുന്ന പല പ്രൊഫഷനിൽ നിന്ന് വരുന്ന ആൾക്കാർ. പ്രത്യേകിച്ച് ഇയാളുടെ പ്രൊഫഷൻ എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് എനിക്ക് കേട്ടുപരിചയമില്ലാത്തൊരു പരിപാടിയാണ്. ഇങ്ങനൊരു ജോലി ഉണ്ട് എന്നുള്ളതും അതല്ലെങ്കിൽ ഇങ്ങനൊരു പ്രൊഫഷൻ ഉണ്ട് എന്നുള്ളത് ഒരു പുതിയ അറിവായിരുന്നു. പിന്നെ അവരുടെ യാത്രകൾ, ഇതിനു വേണ്ടിയിട്ട് അവരുടെ യാത്രകൾ എന്നൊക്കെ പറയുന്നത് അതൊക്കെ എന്നെ സംബന്ധിച്ച് അതെല്ലാം പുതിയ ഇൻഫർമേഷൻസ് ആയിരുന്നു. അത് മറ്റേ കഥാപാത്രം പറയുന്നുണ്ട്, ഇതൊരു പുതിയ, ഐ മീൻ ഇദ്ദേഹം ഇതിനു വേണ്ടിയിട്ട് എവിടം വരെ പോയി എന്ന് പറയുന്നത് ചോദിക്കുന്നുണ്ട്. ആ പോസ്റ്റ് ഓഫീസിലെ പെൺകുട്ടി ചോദിക്കുന്നുണ്ട്. കുറെ കൂടി ഇൻട്രസ്റ്റിംഗ് ഈ കാസ്റ്റിംഗിന്റെ ഉണ്ട്. ഇപ്പൊ ഈ പണ്ടേ നമുക്ക് ഇഷ്ടമുള്ള വിനീതും അശോകനൊക്കെ കൂടിയുള്ള ഒരു ജീപ്പിലും അങ്ങനെയൊക്കെയുള്ള ഒരു സംഭവമൊക്കെ ഭയങ്കര ആ നിലയ്ക്കും രസം തോന്നുന്നുണ്ട്. നമ്മൾ പണ്ടേ ഇവരെ കണ്ടിട്ടുള്ള ഒരു ഇത്, എന്നിട്ട് അതിൽ നിന്നൊക്കെ ടോട്ടലി ഡിഫറെന്റ് ആയിട്ടുള്ള ക്യാരക്ടറൈസേഷനും ഉണ്ട്. വിനീതിന്റെയൊക്കെ എനിക്ക് തോന്നുന്നു വോയിസ് മോഡുലേഷനും ഡയലോഗ് പ്രസന്റേഷനും ഒക്കെ വളരെ വ്യത്യസ്തമായിട്ട് ഇതിൽ ചെയ്തിട്ടുള്ളതാണ്. നല്ല അപ്രിസിയേഷൻ കിട്ടുന്നുണ്ട് ആ ക്യാരക്ടർ. അതുപോലെ നരേന്റെ ക്യാരക്ടർ നല്ല അപ്രിസിയേഷൻ. സന്ദീപിന്റെ കാര്യത്തിൽ പിന്നെ പറയണ്ട. ടോട്ടലി പെർഫോമൻസുകളെല്ലാം നല്ല രീതിയിൽ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇത് ഈ പറഞ്ഞ പോലെ എഡിറ്റ്സിന് ഫോട്ടോസ് വരുമ്പോ പെർഫോമൻസ് കണ്ടിട്ട് എന്താ തോന്നിയത്? പെർഫോമൻസുകൾ ഈ പറഞ്ഞ ഇപ്പൊ പോലെ ഈവൻ ബിനു ആണെങ്കിലും, ബിനുവിനെ നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ളൊരു ഐ മീൻ പല കാര്യങ്ങള് ടോട്ടലി ബിനു ആണെന്നൊന്നും തോന്നാത്ത രീതിയിലാണ്. സോറി, ഇടയ്ക്ക് കയറി ഞാൻ പറഞ്ഞു, പ്ലീസ് കണ്ടിന്യൂ.
അല്ല, ഞാൻ കഴിഞ്ഞ ദിവസം ബിനിച്ചേട്ടനായിട്ട് സംസാരിച്ചിരുന്നു. അപ്പൊ ബിനിച്ചേട്ടൻ പറയുന്നത്, അതായത് ഏഹ്, ബിനിച്ചേട്ടൻ അഭിനയിക്കാൻ വന്നപ്പോ ആക്ച്വലി ക്യാരക്ടർ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, സിനിമ എന്താന്ന് പറഞ്ഞിട്ടില്ല. ഇന്ന ക്യാരക്ടർ ഇന്ന ആളെ അന്വേഷിച്ച് വരുന്നു, അതല്ലെങ്കിൽ ഇന്ന പരിപാടിക്ക് വരുന്നു, അത്രേ പറഞ്ഞിട്ടുള്ളൂ. അത് കഴിഞ്ഞ് ബാക്കിയുള്ള പരിപാടികളും ചെയ്യുന്നു. ബാക്കി അതിന്റെ അപ്പുറവും ഇപ്പുറവും അറിയില്ല. അപ്പൊ പ്രീമിയർ കഴിഞ്ഞപ്പോഴാണ് വിനിച്ചേട്ടന് ഫുൾ പരിപാടി മനസ്സിലായതെന്ന് പറഞ്ഞു. അപ്പൊ ആ, ഇവരുടെ ഒരു ശൈലി ചിലപ്പോൾ അങ്ങനെയായിരിക്കും. അതായത് ഇവർക്ക് കിട്ടേണ്ട പരിപാടി മാത്രം പറഞ്ഞു കൊടുത്തിട്ട് അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും ഫോക്കസ് പോവാതെ ചിലപ്പോൾ അതൊക്കെ ആലോചിച്ച് പെർഫോം ചെയ്യുമ്പോൾ വേറെ ആയിരിക്കും കിട്ടുന്നത്. അപ്പൊ ഇവർക്ക് എന്താണോ കിട്ടേണ്ടത് അതിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യാന്നുള്ളതാണ്. ഇപ്പൊ ഇതിൽ നമ്മൾ അത്തിച്ചേർത്തിയുടെ ഒക്കെ ചില ചില ഷോട്ടുകളൊക്കെ എനിക്ക് തോന്നുന്നു 40 ടേക്ക് ഒക്കെ പോയിട്ടുണ്ട് ചിലത്. അതെങ്ങനെയാണെങ്കിലും രസമാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവര് ഇത്രയും വർഷങ്ങളായി, പക്ഷെ അവർ ഇന്ററാക്ട് ചെയ്യുന്നില്ലല്ലോ ആളുകളായിട്ട്. അപ്പൊ അതുകൊണ്ട് മലയാളം പിന്നെ അവരുടെ സൈലൻസസും ഭയങ്കര രസമുണ്ട്. ഐ മീൻ വേറെ ആ. വെറൈറ്റീസ്. മലയാളി അല്ലാത്തത് കൊണ്ട് അതിന്റെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട് ഉറപ്പായിട്ടും. കാരണം ഒരു ക്ലിയർ മലയാളം ആയിരിക്കില്ല അവരുടെ എന്തായാലും. ഇവിടെ വന്ന് കുടിയേറിയതാണല്ലോ. അപ്പോ അത് ആ ഒരു സംഭവം ഭയങ്കര രസമുണ്ട്. അതായത് ഞാൻ മനസ്സിൽ പോലും പറയാറില്ല കേൾവിയുടെ കാര്യം. അപ്പൊ അതൊക്കെ ഡബിൾ പവർ ആന്ന് പറയുന്നത്. ഞാൻ ബാഹുലിന്റെ ഒരു കോൺവെർസേഷൻ ഒരു ഇന്റർവ്യൂവിൽ കേട്ടത്, അതായത് എങ്ങനെ മറ്റാരും ചിന്തിക്കാത്ത രീതിയിലേക്ക്, അതായത് അച്ഛന് വായിക്കാൻ കൊടുത്തിട്ട് അച്ഛന് ഇതിന്റെ പ്രഡിക്ഷൻ പറയുന്ന സംഭവത്തിൽ നിന്ന് വെയിറ്റ് ചെയ്തിട്ട്, അതായത് ടോട്ടലി അതിൽ നിന്ന് തെന്നി മാറണം എന്നുള്ളതാണ് പുള്ളിയുടെ ഒബ്ജക്റ്റീവ് എന്ന് പറയുമ്പോൾ തന്നെ എന്തുകൊണ്ടാണ് ആളുകളുടെ അടുത്ത് ഫുൾ സ്റ്റോറി പറയാത്തത് എന്നുള്ളത് ക്ലിയർ ആണ് ഓർക്കായിരുന്നു. പുള്ളിക്ക് ആ കാര്യത്തിലൊക്കെ കൃത്യമായിട്ടുള്ള ധാരണകളുണ്ട്. അതായത് യൂഷ്വലി റിയാക്ട് ചെയ്യുന്ന ഇപ്പൊ നമ്മളിപ്പോ പറയുന്ന യൂഷ്വൽ റിയാക്ഷൻസ്, അതല്ലെങ്കിൽ നമ്മൾ സ്ഥിരം പറയുന്ന കൗണ്ടർ ഡയലോഗുകൾ, അങ്ങനെയുള്ള പരിപാടികൾ പരമാവധി ഒഴിവാക്കാൻ എപ്പോഴും ഭാവിച്ച് ശ്രമിക്കാറുണ്ട്. സിനിമ ലാംഗ്വേജ് എന്ന് പറഞ്ഞിട്ട് ഒരു ടേം ഉണ്ട് പുള്ളിക്ക്. ഇത് യൂഷ്വൽ സിനിമ ലാംഗ്വേജ് ആണ് എന്ന് പറഞ്ഞിട്ട്. അത് ആളുകള് ഇപ്പൊ ടൈപ്പ് കാസ്റ്റിംഗ് പോലെ അത് യൂസ് ചെയ്യുന്നുണ്ട് ഉം ഉം. എഫക്റ്റീവ് ആവാൻ വേണ്ടി, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി. പക്ഷെ വിച്ച് ഇസ് ലൈക്ക് ഇൻ എഫക്ട് ഒരു സ്പൂൺ ഫീഡിങ് അല്ലെങ്കിൽ പ്രഡിക്റ്റബിൾ ഇതിലേക്ക് പോകുന്നതും അതുകൊണ്ട് തന്നെ ആ ഇതില് നിലയ്ക്ക് പ്രത്യേകിച്ച് കാലത്തിനെ അടയാളപ്പെടുത്തും എന്നുള്ളതാണ് ഇതില് അങ്ങനത്തെ വാക്കുകൾ വരുമ്പോഴേ. അതൊക്കെ ഒഴിവാക്കാൻ പരമാവധി ആദ്യമേ തന്നെ ശ്രമിച്ചിട്ടുണ്ട്. വളരെ ഇൻട്രസ്റ്റിംഗ്. ഇതിന്റെ ട്രെയിലർ കട്ട്സ് മഹേഷാ ചെയ്തത്. അപ്പൊ ഒരു ഡിഫറെന്റ് കട്ട്സ് ആവണം എന്ന് വിചാരിച്ചിട്ടാണോ? ഞാനത് ആദ്യമേ പറഞ്ഞിരുന്നു. കാരണം നമ്മൾ സിനിമ കണ്ട് 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 നമുക്ക് സിനിമയിൽ ചില ചില ഷോട്ടുകൾ, ചില പരിപാടികളോട് ഒരു കൂടുതൽ ഇഷ്ടമോ ഒക്കെ തോന്നും. അപ്പൊ മഹേഷാണ് സ്ഥിരമായിട്ട് ഇങ്ങനെ ഇപ്പൊ കുറെ റീസെന്റ് ആയിട്ട് തുടരും, അങ്ങനെ വലിയ കുറെ സിനിമകളുടെ ട്രെയിലറുകളൊക്കെ ചെയ്തു വരുന്നു. മറ്റേ ഇത് എന്താ പറയാ, ആലപ്പുഴ ജിംഖാനൊക്കെ മഹേഷാ ചെയ്തത്. അപ്പോൾ അതിന്റെ ഒരു താളം കുറച്ചും കൂടി ചിലപ്പോൾ നന്നായിട്ട് മഹേഷിനായിരിക്കും കിട്ടുക. പിന്നെ ഓൾറെഡി കേരള ക്രൈം ഫയൽസ് മഹേഷായിരുന്നു എഡിറ്റ് ചെയ്തത്. അപ്പോൾ ബാഹുലായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ഒരു പരിചയമുണ്ട്. കുറച്ചുകൂടി കമ്മ്യൂണിക്കേഷൻ ഈസി ആവും. പിന്നെ ഇതിന്റെ സമയക്കുറവും ഒരു പരിധിവരെ ഒരു കാരണമായിരുന്നു. അവർക്കൊരു ബിസിനസ് കട്ട് വേണമായിരുന്നു, ഒരു തിയേറ്റർ ട്രെയിലർ, ടീസർ, അങ്ങനെ കുറെ റിക്വയർമെന്റ്സും ഉണ്ടായിരുന്നു. ഇപ്പൊ ഇതെല്ലാം കൂടി സിനിമയുടെ കൂട്ടത്തിൽ നടക്കില്ല. ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യാതാണ്, അതായത് എഡിറ്റർ അല്ലാത്ത ഒരാൾ ട്രെയിലർ ചെയ്യുന്നതാണ് കുറച്ചും കൂടി നല്ലത് ശരിക്കും. സിനിമയുടെ സെല്ലിംഗ് പാർട്ടാണല്ലോ, ഫസ്റ്റ് സെല്ലിംഗ് പാർട്ടാണ്. അപ്പോൾ പോസ്റ്ററൊക്കെ പോലെ തന്നെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഗതി. അപ്പൊ അതിന് ഇമോഷൻ അല്ല, കുറച്ചും കൂടി അഗ്രസീവായിട്ട് അതിനെ കാണണം എന്നുള്ളതുകൊണ്ട് വേറൊരാൾ ട്രെയിലർ ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. ഈ ഫിലിമിന്റെ ആസ്പെക്ട് റേഷ്യോനെ കുറിച്ച് എവിടെയോ ഒരു ഇത് കണ്ടിട്ടുണ്ടായിരുന്നു. ഐ മീൻ ഫുൾ, അതിപ്പോ തിയേറ്റർ ടു തിയേറ്റർ അതിന്റെ ഇത് വ്യത്യാസം ഉണ്ടാവും. അങ്ങനെ എന്തെങ്കിലും ഡിസ്കഷൻ ഉണ്ടായിരുന്നു ആദ്യം? ഇല്ല, ഇത് ആക്ച്വലി മറ്റേ സിനിമാസ്കോപ്പ് തന്നെയാണ്. 2.39 തന്നെയാണ് യൂസ് ചെയ്തേക്കുന്നത്. ഒരു സ്ക്രീൻ മാത്രം, കോഴിക്കോടുള്ള ഒരു സ്ക്രീൻ മാത്രം മറ്റേ എന്താണ് പലാക്സ് സിനിമ അങ്ങനെ തോന്നുന്നുണ്ട്. അവിടെ മാത്രം ഫുൾ ഓപ്പൺ ഉണ്ട്. അത് പക്ഷെ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ സെറ്റ് ചെയ്തേക്കുന്നതാണ്. കേരളത്തിലാകെ ആ ഒരൊറ്റ സ്ക്രീൻ മാത്രമേ അതുള്ളൂ. അതിന്റെ ഫീല് എനിക്ക് കണ്ടിട്ട് കുറെ പേര് പറഞ്ഞിരുന്നു. അതായത് ഏരിയൽ ഷോട്ടുകൾ ഉണ്ടല്ലോ, ഏരിയൽ ഷോട്ടുകൾ നമ്മളിപ്പോ കാണുന്നതിനേക്കാൾ ഒരു ഒരു 10% കൂടി എക്സ്ട്രാ ഡീറ്റെയിൽസ് ഉണ്ട്. ഇപ്പൊ നമ്മൾ മറ്റേ ഐമാക്സിലൊക്കെ കാണുന്ന പോലെ ആ ഷോട്ടുകൾ ഭയങ്കര ഫീലാണെന്ന് പറഞ്ഞു കണ്ടപ്പോ. ഇപ്പൊ കുന്ന്, മല, പുഴ പരിപാടികളൊക്കെ ഇപ്പൊ കാണുന്നതിനേക്കാൾ കുറച്ചുകൂടി വലിപ്പമുണ്ടാവും. പക്ഷെ അത്തരം കമ്പാരിസൺ, ഐ മീൻ കമ്പാരബിൾ അല്ലേ അറിയുള്ളൂ ആ വ്യത്യാസം, അല്ലാതെ നമുക്കത് പ്രൊഡിക്ട് ചെയ്യാൻ പറ്റും. ഐ മീൻ ഇല്ല, ബേസിക്കലി ഇപ്പൊ ക്യാമറാമാന് കാണുന്ന, ക്യാമറയിൽ കാണുന്ന എന്താ പറയാ, മാർക്കിംഗ് ഉറപ്പായിട്ടും ഈ സിനിമാസ്കോപ്പിന്റെ തന്നെയായിരിക്കും. അപ്പൊ കമ്പോസ്ഡ് ഫ്രെയിം ഉറപ്പായിട്ടും അത് തന്നെയാണ്. ബാക്കിയുള്ളത് എക്സ്ട്രാ ഡീറ്റെയിൽ ആണ് ശരി.
ഇത് എഗെയിൻ ഇറ്റ്സ് എ വണ്ടർഫുൾ വർക്ക്. എല്ലാവരും എഡിറ്റർ പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോഴും റൈറ്റർ തന്നെ അത് പറയുമ്പോൾ ഈ റൈറ്റർ സിനിമാറ്റോഗ്രാഫറും എഡിറ്ററെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം, കാരണം ഇത് ഓൾറെഡി റൈറ്റിംഗിൽ ഒരു എഡിറ്റിംഗ് കഴിഞ്ഞിട്ടുണ്ടാവും. സിനിമറ്റോഗ്രാഫി ചെയ്യുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ ഒരു 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 വിഷൻ ഉണ്ടാവും. ഓക്കെ, ഇത് ഇങ്ങനെ ആയിരിക്കും ഇതിന്റെ എഡിറ്റ്സ് എന്ന് പറയുന്നത് ഒരേ ആള് തന്നെ ചെയ്യണല്ലേ. അത് കാരണം മറ്റുള്ള സിനിമകളിലും വർക്ക് ചെയ്യണതാണല്ലോ, ആഡ്സും ഒരുപാട് വർക്ക് ചെയ്യണതാണ് സൂരജ്. അപ്പോൾ ഈ ഒരു വ്യത്യാസം സൂരജിനെ സംബന്ധിച്ചിടത്തോളം ബെനിഫിഷ്യൽ ആയോ, അഡ്വാൻറ്റേജ് ആയോ, ഡിസഡ്വാൻറ്റേജ് ആയോ? തുടക്കം മുതൽ അവസാനം വരെ ഒരാൾ ഉള്ളത് കൊണ്ട് നമുക്ക് ശരിക്കും ഭയങ്കര ഗുണമാണ് ശരിക്കും അത്. ഇപ്പൊ എനിക്ക് തോന്നിയിട്ടുള്ളത് ബാഹുല് എഴുതി തുടങ്ങുമ്പോൾ തൊട്ട് ശരിക്കും സിനിമയുടെ തലേ ദിവസം വരെ സ്കോർ, DI എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ഉണ്ടല്ലോ. ഈ പറഞ്ഞ ട്രെയിലർ, ടീസർ എല്ലാത്തിലും ഉണ്ട്. അപ്പോൾ ത്രൂ ഔട്ട് ഒരാൾ ഇങ്ങനെ ഉള്ളത് നമുക്ക് ശരിക്കും ഗുണമാണ്. കാരണം സിനിമയുടെ എല്ലാ മേഖലയെ പറ്റിയിട്ടും അറിയാം. മറ്റേത് ചിലപ്പോൾ ഏതെങ്കിലും ഒരാളോട് ചോദിച്ചാൽ മറ്റേ ഡിപ്പാർട്ട്മെന്റിനെ പറ്റി വലിയ ധാരണ ഉണ്ടാവില്ല. സൗണ്ട് എഫക്ട്സ് എന്തായി, അതല്ലെങ്കിൽ മറ്റേത് എന്തായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് ത്രൂ ഔട്ട് ഒരാളുള്ളതുകൊണ്ട്, ഇത്രയും ഡിപ്പാർട്ട്മെന്റ് ഹാൻഡിൽ ചെയ്യുന്ന ഒരാൾ ആദ്യം തൊട്ട് അവസാനം വരെ ഉള്ളതുകൊണ്ട് ഉറപ്പായിട്ട് സിനിമയ്ക്ക് അത് ഭയങ്കര ഗുണമാണ്. കഴിഞ്ഞ ദിവസം ആരോ പറഞ്ഞിരുന്നു, അതായത് സിനിമ തുടങ്ങിയപ്പോ തൊട്ട് ശരിക്കും റിലീസിന്റെ തലേ ദിവസം വരെ ഡിസൈൻ, അത് ഇത് പരിപാടികളൊക്കെ ചെയ്തിട്ട് ഇത് ഇനി തിയേറ്ററിലേക്ക് പോയി, ക്യൂബിൽ പോയി ലോഡ് ചെയ്തു, മറ്റേ പരിപാടികളൊക്കെ കഴിഞ്ഞു. ആ സമയത്ത് ശരിക്കും പറഞ്ഞാൽ ബാഹുലിന് ഉണ്ടാവുന്ന ഒരു ബ്ലാങ്ക്നെസ് ഉണ്ട് ശരിക്കും. അതുപോലെ തന്നെ ആയിരുന്നു. പിന്നെ പിന്നെ ഒരു 1.5 ദിവസത്തേക്ക് പുള്ളിക്ക് അനക്കല്ല, ഒരു രക്ഷയില്ല, മിണ്ടുന്നില്ല, അങ്ങനെയായിരുന്നു. അത് കഴിഞ്ഞ് ഇന്നലെ ഉച്ചയായപ്പോഴേക്കും ഫുൾ ബ്രൈറ്റ് ആയി, ആൾ ഓണായി, ഹാപ്പി ആയി. അതിന്റെ പെയിൻ കൊണ്ട് നടന്നിട്ടുള്ള ആൾക്ക് അറിയുള്ളൂ, ലൈക്ക് മാസങ്ങളോളം അത്. കാരണം അതിന്റെ പിന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ, അതായിട്ട് ടീം മൊത്തം അങ്ങനെ ഭയങ്കര പോസിറ്റീവ് ടീമായിരുന്നു. പേരെടുത്ത് പറയണം ശരി. ഇപ്പോൾ പ്രൊഡ്യൂസർ ആണെങ്കിലും ജയറാം എന്ന് പറഞ്ഞിട്ട് ദിഞ്ചിത്തിന്റെ തന്നെ കസിനാണ് ദിഞ്ചിത്ത്. അതുപോലെ ആർട്ട് ഡയറക്ടർ, മ്യൂസിക് പിന്നെ ഓൾറെഡി ഇവരുടെ എന്താ പറയാ വലങ്കയാണ്. അപ്പോൾ അങ്ങനെ എല്ലാ ഡിപ്പാർട്ട്മെന്റും, വിഷ്ണു സൗണ്ട് ഡിസൈനർ വിഷ്ണു, വിഷ്ണു ഒന്നും ഒരു തരി പോലും കോംപ്രമൈസ് ചെയ്യാൻ തയ്യാറല്ല. അതായത് കൃത്യമായിട്ടുള്ള സമയം ചോദിക്കും. അതുപോലെ ഇപ്പൊ അതിലൊരു ഒരു സീക്വൻസ് ഉണ്ട്, ആ സഹീർക്ക് പറയുന്ന ഇപ്പൊ ഒരു പാസ്റ്റ് ഉണ്ടല്ലോ, അല്ല, കക്കൻ ക്യാമ്പിന്റെ സംഭവം അല്ലേ? ക്യാമ്പിന്റെ കഥ. ആ സമയത്ത് കണ്ടപ്പോ, ഞാൻ കണ്ടപ്പോ പറഞ്ഞു നമുക്ക് ഒരു അറ്റ്ലീസ്റ്റ് അവിടുത്തെ ഒരു ഭീകരതയ്ക്ക് വേണ്ടിയിട്ട് ഒരു സൗണ്ട് നമുക്ക് എന്തെങ്കിലും യൂസ് ചെയ്യണം, ഒറ്റ തവണയെങ്കിലും യൂസ് ചെയ്യണം എന്ന് ചോദിച്ചപ്പോ ഇത് ഞാൻ അവിടെ ആക്ച്വലി ഒരു താജ്മഹൽ പണിത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ മിക്സ് കണ്ടപ്പോ പറഞ്ഞു അത് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു സംഗതിയാണ്. അപ്പൊ ബാഹുല് സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ നമുക്ക് ശബ്ദം വേണ്ട എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അതുപോലെ ക്വാളിറ്റിക്ക് ഒരു നിലയ്ക്കും കോംപ്രമൈസ് ചെയ്യാത്ത ആളാണ് വിഷ്ണു. ഞങ്ങൾ ഇങ്ങനെ അത് കഴിഞ്ഞിട്ടുള്ള ചർച്ചകളിലൊക്കെ പുള്ളി പറയുന്ന ഒരു സാധനമാണ്, അതായത് നമ്മളുടെ സൗണ്ട് മിക്സിൽ കേൾക്കുന്ന സംഗതികൾ, അതല്ലെങ്കിൽ നമ്മൾ DI സ്റ്റുഡിയോയിൽ കാണുന്ന വിഷ്വൽസ്, ഇത് നമുക്ക് എവിടെയും ശരിക്കും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നില്ല. വളരെ ചുരുക്കം സ്ക്രീനുകളിൽ ഇത് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. അപ്പൊ വിഷ്ണു പറഞ്ഞ എല്ലാവരും ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ ദയവ് ചെയ്തിട്ട് ഈ ഒരു കാര്യം ഒന്ന് മെൻഷൻ ചെയ്യണം. അതായത് കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ തിയേറ്റർ ഒന്ന് കാലിബ്രേറ്റ് ചെയ്യാനുള്ള ഒരു സംവിധാനം ഇവിടെ ഉണ്ടാവണം. നമ്മൾ പോപ്കോണിന് 250 രൂപ കൊടുക്കുകയും എന്നിട്ട് നമുക്ക് നല്ല കണ്ടന്റ് കാണാൻ പറ്റുകയും ചെയ്യുന്നില്ല എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അത് എടുത്ത ക്വാളിറ്റിയിൽ കാണാൻ പറ്റുന്നില്ല എന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ട്. അപ്പൊ അതെല്ലാവരും ആ ഇന്റർവ്യൂവിൽ അതൊന്ന് മെൻഷൻ ചെയ്യണം. റെഗുലറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ അത്ര ബുദ്ധിമുട്ടില്ല, കാരണം അത്രയധികം സിനിമകൾ ഇവിടെ വരുന്നുണ്ട്. അപ്പൊ ഇതിനൊരു സ്റ്റാൻഡേർഡൈസേഷൻ ഉണ്ടെങ്കിൽ ശരിക്കും നല്ലതാണ്. ബാക്കിയുള്ള സംഗതികൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന പോലെ, മീൻസ് തിയേറ്ററിന്റെ എക്സ്റ്റീരിയറും അതല്ലെങ്കിൽ അവിടെ കിട്ടുന്ന ഭക്ഷണവും അതിനൊക്കെ കൊടുക്കുന്ന ഇമ്പോർട്ടൻസ് ഇതിനും കൂടി ഒന്ന് കൊടുക്കേണ്ടതാണ് എന്നുള്ളതാണ്. ഇപ്പൊ ഈ കാട്, മല, പുഴ എന്നൊക്കെ പറയുമ്പോൾ അതുപോലെ ഇതിന്റെ പറയാൻ വിട്ടുപോയ ഒരു കാര്യം, ക്ലൈമറ്റ്. അതായത് ഈ നമുക്ക് ഒരിക്കലും റീക്രിയേറ്റ് ചെയ്യാൻ പറ്റാത്ത ക്ലൈമറ്റ് ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. പല സീക്വൻസുകളിലും
ഭയങ്കര മഴയുണ്ട്, അതുപോലെ മഞ്ഞുണ്ട്, കോടയുണ്ട്, കാറ്റുണ്ട്. ഏഹ് ഇത് ശരിക്കും പറഞ്ഞ പ്രകൃതി അറിഞ്ഞ് നൽകിയതാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം അതൊരിക്കലും ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. ആ ഒരു മൂഡ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ ഭയങ്കര പാടാണ്. ഇതുപോലെ കോടകൾ ഉണ്ടാവുക, അല്ലെങ്കിൽ അതുപോലത്തെ ലൈറ്റിംഗ് കണ്ടീഷൻ ഉണ്ടാവുക എന്നൊക്കെ പറയുന്നത് ക്രിയേറ്റ് ചെയ്യാൻ ഭയങ്കര പാടാണ്. അപ്പൊ അത് കഥയ്ക്ക് കൊടുക്കുന്ന ഒരു ഫ്ലേവർ ഉണ്ട് ശരിക്കും. ഏഹ് ഇപ്പൊ കുര്യച്ചൻ വീട്ടിൽ വരുന്ന സീക്വൻസിലൊക്കെ നോക്കിയാൽ കാണാം. അതായത് ഡോറ് തുറക്കുമ്പോഴും അടയ്ക്കുമ്പോഴൊക്കെ പിന്നിൽ ശരിക്കും കൊടുങ്കാറ്റ് പോലുള്ള കാറ്റാണ് ശരിക്കും. അത് ശരിക്കും പ്രൊപ്പലർ വെച്ചിട്ടോ അല്ലെങ്കിൽ ചെയ്തിട്ടുള്ളതല്ല, അത് ഒറിജിനൽ അവിടെ ഉണ്ടായിരുന്നതാണ് ആ സമയത്ത്. അതൊക്കെ സൗണ്ടിൽ റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ശരിക്കും. അങ്ങനത്തെ ലെയറിങ്ങുകളെല്ലാം സൗണ്ടിൽ മൈന്യൂട്ട് ആയിട്ടുള്ള സംഗതികളും ഉണ്ട്, ഹെവി ആയിട്ടുള്ള സംഗതികളും ഉണ്ട്. അപ്പൊ അതൊക്കെ നല്ല സൗണ്ട് സിസ്റ്റത്തിൽ എനിക്ക് തോന്നുന്നു നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും ശരിക്കും. ഇതെനിക്ക് തോന്നുന്നു ഡീകോഡിംഗ് വീഡിയോസ് ഒരുപാട് വരാൻ സാധ്യതയുണ്ട് ഈ ഒരു സിനിമയ്ക്ക്. വിനീതേട്ടനൊക്കെ ആദ്യത്തെ പ്രീമിയർ കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ദിവസം ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കണ്ട് കഴിഞ്ഞിട്ട് പറഞ്ഞ് എനിക്ക് ഇനി ഒരു 2 തവണ എനിക്ക് കാണണം, കാരണം ഓരോ കാഴ്ചയിലും എനിക്ക് പുതിയ 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 ലെയറാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഷാഫി ഒന്ന് കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ചെമ്മാട്. കാരണം ആ ആ ഒരു സംഭവം ഉണ്ടാക്കി എടുക്കാന്ന് പറയണത് ഓഫ്കോഴ്സ് ഇവരുടെ ഒരു വിഷൻ ഉണ്ട്, എന്നാലും വിഷൻ എക്സിക്യൂട്ട് ചെയ്യാൻ ഒരാള് അതൊരു നിസ്സാര കളിയില്ലാന്ന് തോന്നിയിരുന്നു. അത് വല്ലാത്ത എനർജിയുള്ള മനുഷ്യനാണ് ഷാഫി. അതായത് ആളുടെ രൂപം വെച്ചിട്ട് നമ്മൾ ആളെ ഒരിക്കലും ജഡ്ജ് ചെയ്യരുത്. പറയേണ്ട സ്ഥലത്ത് കട്ടാൻഡായിട്ട് പറയും, വഴക്കുണ്ടാക്കേണ്ടത് കൃത്യമായിട്ട് വഴക്കുണ്ടാക്കും. എന്നാ ഈ പറയുന്ന ഒരു നമുക്ക് എല്ലാ ആൾക്കാർക്കും ഇതുപോലൊരു ക്രിയേറ്റീവ് വിഷൻ ഉണ്ടെന്ന് തോന്നാം, കാരണം അവരുടെ ജോലി വേറെയാണല്ലോ. പക്ഷെ ഷാഫി കൃത്യമായിട്ട് കഥ മനസ്സിലാക്കുകയും ഈ പറഞ്ഞതെല്ലാം നന്നായിട്ട് എൻജോയ് ചെയ്യുകയും ചെയ്യുന്ന നല്ലൊരു കലാകാരനും കൂടിയാണ്. അത് ഭയങ്കര പ്ലസ് ആയിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ആ പുള്ളിയുടെ ഒരു എനർജി, മീൻസ് ഞാൻ പറഞ്ഞില്ലേ, മൊത്തത്തിലുള്ള ഒരു പോസിറ്റീവ് ആൾക്കാർ എന്നുള്ളൊരു പരിപാടി ഭയങ്കര രസമുണ്ടായിരുന്നു. പുതിയ പുതിയ വർക്കുകളൊക്കെ എന്തൊക്കെയാണ്? പുതിയത് ഇപ്പോൾ ഒരു 1-2 പ്രൊജക്ടുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രകമ്പനം എന്ന് പറഞ്ഞിട്ടൊരു മൂവി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സാഗർ സൂര്യൻ ഗണപതിയൊക്കെ ഉള്ളൊരു മൂവി. പിന്നെ റൈഡ് എന്ന് പറഞ്ഞിട്ടൊരു ഫിലിം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇപ്പൊ ഷൂട്ടിംഗ് നടക്കുന്നത് ഷാജി കൈലാസറിന്റെ മകൻ ജഗൻ ഷാജി കൈലാസ് ഡയറക്ട് ചെയ്യുന്നത് ദിലീപേട്ടന്റെ പടം, അത് നടക്കുന്നു. പിന്നെ ഒരു മറ്റേ ഹോട്ട്സ്റ്റാറിന്റെ ഒരു വെബ് സീരീസും തുടങ്ങുന്നുണ്ട് നാളെ തൊട്ട്. വളരെ സന്തോഷം. എല്ലാ ആശംസകളും. അടുത്ത അവാർഡും ഈ കൈകളിലേക്ക് വരട്ടെ. ഒരു അവാർഡല്ല, പല നിരവധി അവാർഡുകൾ വരട്ടെ. കാരണം അത്രയും റിസീവ് ചെയ്യുന്നുണ്ട് അവർ. എല്ലാ ആശംസകളും സ്വീകരിച്ചു. വളരെ സന്തോഷം സംസാരിച്ചു. താങ്ക് യു.